السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടക്കുകയും വിശുദ്ധ ഇസ്ലാമിൻ്റെ വിജയ പതാക ആ മണ്ണിൽ നാട്ടുകയും സന്തോഷത്തോടുകൂടെ 18 നാളത്തോളം മക്ക വിജയത്തിന്റെ ശേഷം അവിടെ താമസിക്കുകയും ചെയ്ത് മദീനയിലേക്ക് തിരിച്ചു പോരുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഏതായാലും മക്ക വിജയം കഴിഞ്ഞതിൽ പിന്നെ അതേ വർഷം ശവ്വാൽ മാസത്തിൽ ഉണ്ടായ ഒരു യുദ്ധമാണ് ഗസ്വത്ത് ഹുനൈൻ, ഹുനൈൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൃത്യമായ നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശങ്ങളുടെ പരിണിത ഫലമായി മക്ക വിജയത്തിലേക്ക് എത്തുകയും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ അറബികളാകുന്ന ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ അവസാനത്തെ ഒരു കടും പ്രയോഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഖുറൈശികൾക്ക് ശേഷം വലിയ സംഘശക്തിയായിരുന്ന ഹവാസിൻ എന്ന് പറയുന്ന വിഭാഗം, ആ ഹവാസിൻ വിഭാഗക്കാര് അവരൊത്തുകൂടുകയും അങ്ങനെ അവരുടെയും ഖുറൈശികളുടെയും ഇടയിൽ ഓൾറെഡി ഒരു ചെറിയ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഖുറൈശികൾ ഇസ്ലാമിന്റെ മുന്നിൽ താണു വണങ്ങി കൊടുക്കുന്നതിന് അവര് വല്ലാണ്ട് പ്രയാസം പ്രകടിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖുറൈശികൾ താണു വണങ്ങിക്കൊടുത്തതിന് വഴങ്ങാൻ അവരൊരുക്കവും ആയിരുന്നില്ല. ഏതായാലും ആ ഹവാസിനുകളുടെ നേതാവ്, അവരുടെ നേതാവാകുന്ന മാലിക് ഇബ്നു ഔഫ് നസ്രി എന്ന് പറയുന്ന ആൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും സഖീഫുകാർ മുഴുവനും ആ ഹവാസിനുകാരോടുകൂടെ കൂടുകയും അങ്ങനെ അവരതാ വലിയ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ മക്കക്കാരായ 2000 പേരുമായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പുറപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടു കൂടെ 10,000-ഓളം വരുന്ന ആൾമാരും ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഇതിന്റെ മുമ്പ് ഒരു യുദ്ധമില്ല, അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടാവാത്തതുപോലെ ആളുകളെല്ലാം ആ യുദ്ധത്തിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പറയാണ്, നമ്മളിപ്പോൾ ആള് കുറവായതിൻ്റെ പേരിൽ ഇനി നാം തോൽക്കുകയില്ല,
നമ്മൾ ധാരാളം ആളുകളുണ്ട്. കാരണം അതിൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അവരിങ്ങനെ സംസാരമാണ്. നമ്മളിപ്പോൾ സുമാർ ആൾമാരുണ്ടല്ലോ, ഇനി ബേജാറിൻ്റെ ആവശ്യമില്ല എന്നൊരു വാക്ക് അവരിൽ നിന്ന് വരികയാണ്. ഏതായാലും ഹിജറ 8-ാം വർഷം ശവ്വാൽ മാസം 10-ന് ഹുനൈൻ എന്ന് പറയുന്ന ആ താഴ്വാരം ലക്ഷ്യമാക്കി മുസ്ലിങ്ങൾ നീങ്ങുകയാണ്. പ്രഭാതത്തിന് മുന്നേ ആ ഇരുട്ടിൽ അവർ ആ താഴ്വാരം ഇറങ്ങുകയായിരുന്നു. എന്നാൽ അവരെത്തുന്നതിന്റെ മുന്നേ ഹവാസിനുകാരവിടെ എത്തുകയും അവരതാ ആ മലഞ്ചെരുവിൽ, ആ ഒരു ഹിൽ സൈഡിൽ മുസ്ലിമീങ്ങളെ കാത്തു നിൽക്കുകയാണ്. മുസ്ലിമീങ്ങളെ അവരതാ അമ്പും വില്ലും ചെയ്തുകൊണ്ട് അസ്ത്രം കൊണ്ട് വരവേൽക്കുകയാണ്. സുബ്ഹാന റബ്ബി, അവര് വാളുകൾ ഉറയിൽ നിന്ന് ഊരി അവിടെ അതാ ഒറ്റക്കെട്ടായി അവർ ആക്രമണം അഴിച്ചു വിട്ടു. ആ സമയം തന്നെ അവർ അമ്പെയ്ത്ത് വിദഗ്ധരാണ്. അങ്ങനെ നോക്കുമ്പോ അസ്ത്രമെയ്യുകയാണ്. വാളെടുത്ത് കൂട്ടമായി യുദ്ധത്തിനിറങ്ങുകയാണ്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാണ്ട് കുറെ മുസ്ലിമീങ്ങളതാ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സമയമായിരുന്നു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലാത്ത വിധം മുസ്ലിമീങ്ങളുടെ മേൽ വലിയ ഒരു ആക്രമണം വന്നതുപോലെ, വലിയ ഒരു പ്രയാസം വന്നതുപോലെ അവിടെ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ആ സമയത്താണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊല്ലപ്പെട്ടു എന്ന വാർത്ത അതാ ഉഹുദിനോട് സാമ്യമായ രീതിയിൽ ഇവിടെയും പരക്കുകയാണ്. ആളുകളെല്ലാം അധികരിച്ചപ്പോ അവരിങ്ങനെ ഗത്തുകാട്ടി, അല്ലേ, ഇനി ആൾമാർ കുറഞ്ഞതിന്റെ പേരിൽ നമുക്കൊരു ബേജാറില്ല. ആ ഗത്തുകാട്ടിയതിനേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ വിജയത്തിന്റെ ശേഷം ഒരു പരാജയത്തിന്റെ കൈപ്പുനീര് അവർക്ക് ഉണ്ടാകില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും അല്ലാഹു അതാ അവരെ പരാജയത്തിന്റെ രുചിയൊന്ന് അറിയിച്ച് വിജയത്തിലേക്ക് മുന്നിൽ നയിക്കുകയാണ്. സുബ്ഹാന റബ്ബി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കോവർ കഴുതയുണ്ട്. ആ കോവർ കത്തയുടെ മീതെ ഇരുന്നുകൊണ്ട് അവിടുന്ന് ഒരു ഭയവും കൂടാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളുടെ കുടുംബക്കാരും മുഹാജിരീങ്ങളും അൻസാറുകളും അടങ്ങിയ ഒരു വിഭാഗം മുത്തുനബിയോടൊപ്പം തന്നെയായിരുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും ആ കത്തയുടെ മുക്കറങ്ങ് പിടിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അനന്നബിയുൻ ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ഹബീബായ തങ്ങൾ പറയാണ്, അനന്നബിയുൻ ലാ കദിബ്, ഞാൻ സത്യപ്രവാചകർ തന്നെയാണ്. അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ കണ്ണുകളിലേക്ക് ദൂരത്തേക്ക് എറിയുകയാണ്. സുബ്ഹാന റബ്ബി, ആ സമയം ആ മണ്ണ് അവരുടെ കണ്ണിൽ വീണു. അവർ കണ്ണിൽ മണ്ണ് വീണത് തിരുമ്മിക്കൊണ്ടിരിക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ അബ്ബാസ്, നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, ഓ അൻസാരികളെ, ഓ സമറ മരത്തിന്റെ നാട്ടുകാരെ. ഇത് കേട്ടപ്പോ അവര് പ്രതിവചിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഉത്തരം നൽകിയിരിക്കുന്നു നബിയേ. ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങൾ വലിയ ശബ്ദമുള്ള ആളായിരുന്നു. ആ വിളി കേൾക്കുന്ന ഓരോരുത്തരും ആ സൗണ്ട് കേട്ട ഭാഗത്തിലേക്ക് ഓടി വരികയാണ്. സുബ്ഹാനല്ലാഹ്,
അവരെല്ലാം ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചേരുകയും ഒരു സംഘമായി രൂപപ്പെടുകയും അവർ ശത്രുക്കളുടെ അടുക്കലേക്ക് ചെല്ലുകയും അവരോട് യുദ്ധം ചെയ്തു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ആ സൈന്യത്തെ നല്ല രീതിയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്കെല്ലാം അല്ലാഹു തആല ശക്തി പകരുകയാണ്. സുബ്ഹാന റബ്ബി. മടങ്ങി വന്ന ആൾമാരൊക്കെ കണ്ടത് ഹബീബായ തങ്ങൾ അരികെ ഇങ്ങനെ അതാ കയ്യിൽ ചെയിനും വെച്ച് നിൽക്കുന്ന ബന്ദികളെയാണ്. അള്ളാഹു തന്റെ മലക്കുകളെ ഇറക്കി സഹായിച്ചു. അവരാൽ ആ താഴ്വാരം നിറഞ്ഞു. അതോടെ ഹവാസിനുകളുടെ പരാജയം പൂർണ്ണമായി. അള്ളാഹു തആല പറയുകയാണ് വിശുദ്ധമായ ആ വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? അള്ളാഹു പറയുന്നത് സുബ്ഹാന റബ്ബി, ഒട്ടേറെ സ്ഥലങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്തിട്ടുണ്ടേ. ഹുനൈൻ യുദ്ധത്തിന് അന്നും സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ ആഹ്ലാദഭരിതരാക്കി. എന്നിട്ട് നിങ്ങൾക്കത് യാതൊരു ഫലവും ഉണ്ടാക്കാതിരിക്കുകയും ഭൂമി പ്രവിശാലമായിട്ടുകൂടി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നുകയും തുടർന്ന് പിന്തിരിഞ്ഞോടുകയും ചെയ്ത സംഭവം ഓർക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തിങ്ങനെ കാണാം. ശേഷമതാ പറയുന്നു, പിന്നീട് അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തി അവൻ അല്ലാഹു നൽകുകയും സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കാണാത്ത ചില ശക്തികളെ സൈന്യങ്ങളെ ഇറക്കുകയും സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. സത്യനിഷേധികൾക്കുള്ള അതാ ശിക്ഷ അങ്ങനെയാ. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തെ അങ്ങ് നശിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബിക്ക് വിജയം നൽകുകയാണ്. സുബ്ഹാന റബ്ബി. അതാണ് ഹുനൈൻ യുദ്ധം. ഏതായാലും മക്ക വിജയത്തോടെ ചില ആളുകളൊക്കെ ഒരു കത്ത് കാണിച്ചു. അതിനൊക്കെ അല്ലാഹു തആല കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയും അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ്. അല്ലാഹുവേ, ആ മഹാന്മാരെല്ലാം സഹിച്ചത്, അവരെല്ലാം ത്യാഗമെടുത്തത് ഈ ദീനിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടിയാണ്. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറയുന്നതിന്റെ എല്ലാം മിസ്ലു തവാബ് അവരിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം നീ ശിഫ നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകി നീ ഞങ്ങൾക്ക് മനസ്സിന് നിമ്മതി നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നീ ഖബൂലാക്കണേ റഹ്മാനേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. إن شاء الله ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു ഖബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.